The next question number 21. Optics എന്ന് പറയുന്ന ലെസൺ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ക്വസ്റ്റ്യൻ നോക്കാം. A collimated beam of light of diameter 2 millimeter is propagating along x-axis. The beam is required to be expanded in a collimated beam of diameter 14 millimeter using a system of two convex lenses. If first lens has focal length 40 millimeter, then the focal length of the second lens is. Anyway, നമ്മൾ അതിലൊരു ബീം ഉണ്ട്. ആ ലൈറ്റ് ബീമിന് നമ്മൾ അതിൻ്റെ ഡയമീറ്റർ എത്രയെന്ന് പറഞ്ഞിട്ട് 2 millimeter. അപ്പോൾ 2 millimeter ഡയമീറ്ററുള്ള ഒരു ലൈറ്റ് ബീമിനെ, അതായത് എക്സ് ആക്സിസിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു ലൈറ്റ് ബീമിനെ നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്പാൻഡ് ചെയ്തിട്ട് 14 millimeter ആക്കാണ്. എന്ത് യൂസ് ചെയ്ത്, രണ്ട് കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്തിട്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്തിട്ട് ഒരു കോൺവെക്സ് ലെൻസ് ചെറുതായിരിക്കും അല്ലേ, ഒരു ചെറിയ കോൺവെക്സ് ലെൻസും ഒരു വലിയ കോൺവെക്സ് ലെൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലേ. അപ്പം ഇവിടെ എൻ്റെ കയ്യിൽ എന്തുണ്ട്, ഇനീഷ്യലി ഒരു കൊളിമേറ്റഡ് ബീം ഓഫ് ലൈറ്റ് ഉണ്ട് അല്ലേ. ഈ ലൈറ്റിൻ്റെ ഈ ഡയമീറ്റർ, ഈ ഡിസ്റ്റൻസ് എത്രയെന്നാണ് പറഞ്ഞത്, 2 millimeter അല്ലേ. അപ്പോൾ 2 millimeter ഡയമീറ്ററുള്ള ഒരു കോളിമേറ്റഡ് ബീം ഓഫ് ലൈറ്റ് ഉണ്ട്. ഈ ഡിസ്റ്റൻസ് 2 millimeter ആണ്, ശരിയല്ലേ. ഇത് പാരലൽ ആൻഡ് ക്ലോസ് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആയതുകൊണ്ട് ഇവൻ എന്ത് ചെയ്യും, ഈ ലെൻസ് പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിൽ കൺവേർജ് ചെയ്യും അല്ലേ. എന്നിട്ട് ഇവൻ ഇങ്ങനെ കൺവേർജ് ചെയ്ത് ഇങ്ങനെയാണ് പോവുക അല്ലേ, ഇവൻ ഇങ്ങനെയും പോവും, ശരിയാണോ അല്ലേ. അപ്പം ഈ റേ വന്നിട്ട് ഈ റേ ഇങ്ങനെ പോയി, ഓക്കെ. ഈ സെക്കൻഡ് റേ ഇവിടുന്ന് ഇങ്ങനെ പോയി, റൈറ്റ്. അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ആക്ച്വലി ഈ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ലെൻസിന്റെ, ചെറിയ ലെൻസിന്റെ ഫോക്കസ് ആണ്, ശരിയാണോ. എന്നിട്ട് ഇത് പുറത്തേക്ക് ഒരു പാരലൽ റേ ആയിട്ട് ഇതിങ്ങനെ പുറത്തേക്ക് പോവാണ്, ഐ മീൻ പാരലൽ ബീമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോവാണ് അല്ലേ. ഈ ബീമിന്റെ ഡയമീറ്റർ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്, 14 എന്ന് പറഞ്ഞിട്ടുണ്ട്, 14 millimeter എന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയാണോ. അപ്പൊ നിങ്ങൾ നോക്ക്, ഈ രണ്ട് റേ ഓഫ് ലൈറ്റ് ഒന്ന് ഇവിടെ കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ലെൻസിന്റെ ഫോക്കസ് ആണ്. ഇനി നിങ്ങൾ നോക്ക്, ഇവിടുന്ന് പോകുന്ന രണ്ട് റേസ് അല്ലടാ, ഈ രണ്ട് റേസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇങ്ങനെ പാരലൽ ആയിട്ട് പോകുന്നുണ്ട്, ഉറപ്പിച്ചോ. ഇത് അതേ സമയം തന്നെ ഇവന്റെയും ഫോക്കസ് ആണ് അല്ലേ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് സെക്കൻഡ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അല്ലേ. അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഫോക്കൽ ലെങ്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനിൽ. ഫസ്റ്റ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ് തന്നിരിക്കുന്നത്, 40. അതായത് ഇവിടുന്ന് ഇവിടേക്കുള്ളത് ഈ ഡിസ്റ്റൻസ് എത്രയാടാ മക്കളെ, 40 ആണ് അല്ലേ. ചോദിച്ചിരുന്ന ഇവിടുന്ന് ഇവിടേക്കുള്ള ഈ ഡിസ്റ്റൻസ് അല്ലേ ചോദിച്ചിരിക്കുന്നത് അല്ലേ. ആക്ച്വലി ഈ ഡിസ്റ്റൻസ് അല്ലേ, അത് നമ്മളെ സെക്കൻഡ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അല്ലേ, അതല്ലേ കാണേണ്ടത്. ഒരു കാര്യം ചെയ്യാം, ഞാനിവിടെ ഇങ്ങനെ ലൈൻ വരച്ചാൽ അല്ലേ, ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ അല്ലേ, എൻ്റെ കയ്യിൽ രണ്ട് ട്രയാങ്കിൾസ് ഇല്ലടാ, ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾസ് കണ്ടോ അല്ലേ, സിമിലർ ട്രയാങ്കിൾസ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൈഡിന്റെ റേഷ്യോയും അല്ലേ, ശരിയല്ലേ. അത് ഈ സൈഡിന് കറസ്പോണ്ട് ചെയ്തിട്ട് ഇവിടെയുള്ള സൈഡല്ലേ ഇത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇവിടേക്കുള്ള ഈ ഓൾട്ടിറ്റ്യൂഡ് കണ്ടോ, ഈ ഓൾട്ടിറ്റ്യൂഡ് 40 ആണ്, അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഓൾട്ടിറ്റ്യൂഡ് അല്ലേ ഈ ഫോക്കൽ ലെങ്ത് എഫ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, എഫ് ഡിവൈഡഡ് ബൈ 40 ഈക്വൽ ടു 14 ഡിവൈഡ് ബൈ 2 എന്ന് എഴുതി കൂടെ, സിമിലർ ട്രയാങ്കിൾസിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ അല്ലേ. അപ്പൊ രണ്ടിന്റെയും ഈ ആൾട്ടിറ്റ്യൂഡ്സിന്റെ റേഷ്യോ ഈക്വൽ ടു ഈ രണ്ട് ബേസ് സൈഡ്സിന്റെ റേഷ്യോ ആയിരിക്കും അല്ലേ. അപ്പൊ ഈ വലിയ ലെൻസ് ആണെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് എഫ് ആണ്, എഫ് ഡിവൈഡഡ് ബൈ ചെറിയ ലെൻസിന് അത് 40 ഈക്വൽ ടു 14 millimeter ഡിവൈഡ് ബൈ 2 millimeter അല്ലേ. അപ്പൊ എഫ് ഡിവൈഡഡ് ബൈ 40 ഈക്വൽ ടു 7 എന്ന് വന്നു. അപ്പൊ എഫ് ഈക്വൽ ടു 7 into 40 millimeter 280 millimeter എന്ന് ആൻസർ വരൂലേ അല്ലെ. അപ്പൊ നമ്മൾ ഫോക്കൽ ലെങ്ത് എത്രയാണ്,
280 millimeter ആണ് ആ സെക്കൻഡ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്. ഓക്കെ,